കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളിങ്ങനെ നരകത്തെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. സത്യത്തിൽ നിങ്ങളും നരകത്തിൽ പോകരുത്, ഞാനും നരകത്തിൽ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ. നിങ്ങൾക്ക് സത്യമായിട്ടുള്ള പ്രബോധനങ്ങൾ പറഞ്ഞു തന്നില്ലെങ്കിൽ എൻ്റെ ആത്മരക്ഷയും കൂടി അപകടത്തിലാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ നരകവുമായി ബന്ധപ്പെട്ടുള്ള പല അബദ്ധ പഠനങ്ങളും ഉണ്ട്. നമുക്കതും കൂടെ ഒന്ന് കാണാം. ബിജു ബ്രദറെ, ഇനി മറ്റെന്തെങ്കിലും അബദ്ധ പ്രബോധനങ്ങൾ ആരുടെയെങ്കിലും പ്രസംഗങ്ങളിൽ നിന്നോ ശുശ്രൂഷകളിൽ നിന്നോ കേട്ടതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു 2-3 പ്രധാനപ്പെട്ട അബദ്ധ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. വേറെ ചിലതുകൂടി എനിക്ക് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇത് ശ്രദ്ധയപ്പെടാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുന്നതല്ല, നമ്മൾ സഭാവിശ്വാസം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുകയാണ്. പ്രധാനമായിട്ട് വേറെ 2 അബദ്ധ പ്രബോധനം കൂടി എൻ്റെ ശ്രദ്ധപ്പെട്ടത്. അച്ഛൻ തന്നെ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേരം അച്ഛൻ പറഞ്ഞിരുമ്പോൾ ഓർത്തത് ഇങ്ങനെയൊക്കെയുള്ള അബദ്ധ പ്രബോധനങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ വൈദികരുടെക്കും സെമിനാരിയൻസിനൊക്കെ ഇടയ്ക്കുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അത്. നമ്മുടെ ഇപ്പോൾ ഈ കേരള സഭയിൽ അല്ലെ മലയാളി ലോകത്തിലൊക്കെ പ്രധാനമായിട്ടുള്ള 2 അബദ്ധ പ്രബോധനമുള്ളത്. ഒന്ന്, ഈ നരകത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഗേഹന്ന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗേഹന്ന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗേഹന്ന എന്നുള്ളത് നമുക്കറിയാം ഇസ്രായേലിലുള്ള ഒരു താഴ്വരയാണ്. അവരെല്ലാം ഇസ്രായേലിലെ വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്ന സ്ഥലമാണ്. അതായത് അവിടെയുള്ള അഴുക്കുകളെല്ലാം കൊണ്ടിടുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ട് വലിച്ചെറിയുകയാണ്. അപ്പോൾ സ്വാഭാവികം സംഭവിക്കുന്നത് എന്താണ്? എപ്പോഴും വേസ്റ്റ് വന്ന് വീഴുന്നതുകൊണ്ട് എപ്പോഴും അവിടെ തീ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ മനുഷ്യ ശരീരം പോലെയുള്ള കാര്യങ്ങൾ വീഴുന്നുള്ളത് കൊണ്ട് അവിടെ പുഴു ഉണ്ടായിരിക്കും. അവിടെ എപ്പോഴും തന്നെ എന്ന് സംഭവിച്ചൊരു കാര്യമാണ്. എന്നും അവിടെ വേസ്റ്റ് വീഴുന്നു, തീ കത്തുന്നു, എപ്പോഴും അവിടെ ഇങ്ങനെ വീഴുന്നു, ഇങ്ങനെ പുഴു ഉണ്ടായിക്കൊണ്ട്. അപ്പോൾ ഈശോ അത് കാണിച്ചിട്ടാണ് പറയുന്നത്, അവിടെ നിങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ പാപം ചെയ്ത് കഴിഞ്ഞാൽ, മാർഗഭാഗത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഈ നരകത്തിൽ പോയി വീഴും. അത് കാണിച്ചാണ് പറയുന്നത്. അവിടെ പുഴു ചാകുകയില്ല, അവിടെ എപ്പോഴും പുഴുവുണ്ട്, എപ്പോഴും തീയുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നത്, അതായത് നരകമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇതെടുത്ത് ഉപയോഗിക്കുന്ന വ്യക്തി പറയുന്നത്, ഈശോ വാസ്തവത്തിൽ ആ പ്രത്യേകമായ ഒരു ചരിത്രപരമായൊരു സംഭവം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം മാത്രമേ ഈശോ ഉദ്ദേശിച്ചുള്ളൂ. അല്ല നമ്മളിപ്പോൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നത് പോലെയും നരകമൊന്നും ഈശോ ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഈശോ എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഒന്ന്, അങ്ങനെ തന്നെയാണത്, ഒരു യാഥാർത്ഥ്യം ഈശോ മുന്നിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കാണിച്ചുകൊണ്ട് അതിൻ്റെ അപ്പുറമുള്ള ഒരു ആത്മീയ യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ വേണ്ടി ഈശോ ഉദ്ദേശിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത് തന്നെ 2 കാര്യങ്ങളാണ് എനിക്ക് അവിടെ ശ്രദ്ധപ്പെട്ടത്. ഒന്ന്, ഈശോടെ പറയുന്നത് ഒരിക്കലും ഇവിടെ തീ കെടുന്നില്ല, പുഴു ചാകുന്നില്ല. അപ്പോൾ ഈശോ ഉദ്ദേശിക്കുകയാണ് നരകത്തിലെ പീഡനങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് കേൾവിക്കാർക്ക് മനസ്സിലായി. നമ്മളുൾപ്പെടെ സ്വഭാവപരമായൊരു ചൈതന്യത്തിൽ നമ്മൾ വാക്ക് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യം ലഭിക്കുകയാണ് ഈശോ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും അവിടെ ഈ ഒരു അവസ്ഥ അവസാനിക്കുന്നില്ല, നിത്യമായിട്ടുള്ള ഒന്നാണ്. ഇപ്പം നരകപീഡനം നിത്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈശോ ഒന്നത് കാണിക്കുന്നത്. 2, അവിടുത്തെ ഇപ്പോൾ തീയെക്കുറിച്ചൊക്കെ പറയുന്നത് ദണ്ഡന, അതായത് നമുക്ക് വേദന അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗഹന്ന എന്നുള്ള ഒരു ചരിത്രപരമായ സംഭവം കാണിച്ചുകൊണ്ട് ഈശോ സ്വാഭാവികമായ അതിസ്വാഭാവികമായ അല്ലെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യത്തെ പഠിപ്പിക്കുകയായിരുന്നു ഉദാഹരണം വഴിയായിട്ട്. അപ്പോൾ അവരിങ്ങനെ ഇത് അതായത് ഗഹന്ന നരകം എന്നുള്ളത് പിന്നെയുള്ള അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു അബദ്ധ പ്രബോധനം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രബോധനം വിശ്വസിക്കുന്ന പലരും ഇന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസത്തെ സംബന്ധിച്ച് അവർക്ക് തന്ന സഭാപ്രബോധനം അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു വ്യക്തിയെ വിശ്വാസമായി കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ സഹജ പ്രവണതയാണല്ലോ. അദ്ദേഹം പറയുന്ന എന്തും സ്വീകരിക്കാനുള്ള ഒരു പ്രവണത അവർക്കുണ്ടാകും, സ്വാഭാവികമാണല്ലോ. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ദൈവം കരുണയാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ദൈവം സ്നേഹമല്ല, കരുണയാണ്. അത് പാപികളോട് കാണിക്കുന്ന കരുണയാണ്. ഒരു അമ്മയുണ്ട്, അമ്മയ്ക്കൊരു മോനുണ്ട്. അമ്മ എന്നും പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും. എന്നാൽ ഈ മകനാകട്ടെ ഉഴപ്പി നടക്കും, പള്ളിയിൽ വരികയല്ല, സകലമാന തെറ്റുകളും ചെയ്യും. അങ്ങനെ ഈ മകൻ പോയി ഈ പല തെറ്റുകളും ചെയ്ത് അവൻ എയ്ഡ്സ് പിടിച്ചു, അവൻ മരിക്കാറായി. മരിക്കുന്ന സമയം വരെ അവൻ ദൈവത്തെ വിളിക്കുന്നില്ല. പക്ഷെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? പള്ളിയിൽ വന്ന് മുട്ടുകുത്തി നിന്ന് കർത്താവേ കരുണയാകണമേ, എൻ്റെ മകൻ്റെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കർത്താവ് കരുണയായതുകൊണ്ട് ആ മകനെ രക്ഷിക്കത്തില്ലേ? ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ട് ആ മകനെ രക്ഷിക്കത്തില്ലേ? അതുകൊണ്ടല്ലേ ദൈവം കരുണയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാൻ എനിക്കുള്ളത്, നമ്മുടെ ജോൺ മരിയ വിയാനി പുണ്യാളിൻ്റെ അടുത്ത് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, പുണ്യവാള
ഞാൻ വളരെ ദുഃഖത്തിലാണ്. എൻ്റെ ഭർത്താവ് മരിച്ചു, അദ്ദേഹത്തിൻ്റെ ശരീരവും മരിച്ചു, അദ്ദേഹത്തിൻ്റെ ആത്മാവും മരിച്ചു. അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖത്തിലാണ്. പിന്നെ പുണ്യാളം പറഞ്ഞൊരു കാര്യമുണ്ട്. പുണ്യാളം പറഞ്ഞത് ഇങ്ങനെയാണ്: സഹോദരി, നീ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത്? ഉടനെ പറഞ്ഞ് അദ്ദേഹം ഒരു പാലത്തിൻ്റെ മണ്ടയിൽ താഴേക്ക് ഒരു ആറ്റിലേക്ക് വീണാണ് മരിച്ചത്. ഉടനെ പാലത്തിൻ്റെ മുകളിൽ നിന്നും ആറ്റിലേക്ക് ചെന്ന് വീഴുന്നത് വരെയുള്ള ആ ഒരു സമയമുണ്ടല്ലോ, 2-3 സെക്കൻഡ് കാണും. ഈ 2-3 സെക്കൻഡിനുള്ളിൽ അവൻ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ വിളിക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ട് കാണുകയല്ലേ? ഇങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ദൈവം കരുണയാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷം അനുദപിച്ചാൽ പോരെ? നമ്മൾ ഈ ഇത്ര കഷ്ടപ്പെട്ട് വിശുദ്ധിയൊക്കെ പാലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് തോന്നിയ ദിവസം ജീവിച്ചാലും കുഴപ്പമില്ലല്ലോ. എന്താണ് ബിജുബ്രൻ്റെ അഭിപ്രായം? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിനി 2 അബദ്ധപ്രവചനം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് ഗേഹനെ കുറിച്ചായിരുന്നു. 5-ാമത്തെ കൃത്യടച്ചും ചോദിച്ച ഈ വിഷയം തന്നെയാണ്. ഇപ്പോൾ ദൈവം കരുണയായിരിക്കുന്നതുകൊണ്ട് ആരും നരകത്തിൽ പോകാൻ പാടില്ലല്ലോ. അതാണ് അവരുടെ ഒരു പൊതുവായൊരു ചിന്ത വരുന്നത്. ദൈവം കരുണയായിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് ദൈവകരുണയെക്കുറിച്ച് ഏറ്റവും അധികം ബോധ്യം നമുക്ക് ലഭിച്ച ഒന്ന് വിശുദ്ധ പൗസ്റ്റീന വഴിയായിട്ടാണ്. കരുണയുടെ അപ്പോസ്തലനായിട്ട് അവർ അറിയപ്പെടുന്നത് തന്നെ. വിശുദ്ധ പൗസ്റ്റീന ഡയറി എന്നുള്ള പുസ്തകം എല്ലാവർക്കും സുപരിചിതമാണ്. അത് വായിക്കാത്ത ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ഞാൻ പുസ്തകം വായിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കരുണയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ പുസ്തകത്തിൻ്റെ 741-ാമത്തെ ഖണ്ഡിക മുതൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് നരകത്തെക്കുറിച്ചാണ്. നമ്മളെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. നരകത്തിൻ്റെ 7 പീഡനങ്ങൾ അവിടെ വിവരിച്ചിരിക്കുകയാണ്. ദൈവകരുണയെക്കുറിച്ച് ഇത്രമാത്രം ഈശോ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈശോ അതിൻ്റെ ബാക്കി പറഞ്ഞിരിക്കുകയാണ്, ഈ കരുണ സ്വീകരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ നരകത്തിലേക്ക് പതിക്കുന്നുള്ളൂ. അപ്പം ദൈവകരുണയും നമ്മളുടെ ഈ ക്ലാഷ് ഇതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയൊരു സംഘർഷം ഇതാണ്. ഈ അബദ്ധ പ്രബോധകരെല്ലാം തന്നെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയാൻ വേണ്ടി ഇങ്ങനെയുള്ള ശ്രദ്ധയിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് കൂടി പറയാനതിൽ വിട്ടുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈ കരുണ സ്വീകരിക്കാത്തവർക്ക് ഒരു വലിയൊരു അപകടകരമായ അവസ്ഥ കിടപ്പുണ്ട്, ഒരു നരകമുണ്ട്. പ്രത്യേകിച്ച് ഈ ഫൗസ്റ്റീന ഡയറിയിൽ എന്നെ ഏറ്റവും ശ്രദ്ധിപ്പിച്ചൊരു കാര്യമാണ്. ഏറ്റവും അധികമായിട്ട് കരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് തന്നെയാണ് ഈശോ നരകത്തെക്കുറിച്ച് ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നരകത്തിൻ്റെ 7 പീഡനങ്ങൾ നമുക്ക് പുറകെ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പോൾ അതായത് ഒരു വീട്ടിൽ ഒരമ്മ, ഇപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞൊരു മാമോദീസയുടെ മുദ്ര ഉള്ളതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ലെന്ന് പറയുന്ന ആ ശുശ്രൂഷകൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഇത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കത്തോലിക്കാ സഭ ലോകത്തുള്ളത് കൊണ്ട് ആരും പിന്നെ നരകത്തിലേക്ക് പോകത്തില്ല. അച്ഛൻ പറഞ്ഞ ഉദാഹരണത്തിൽ എനിക്ക് തോന്നുന്ന അതിനകത്തൊരു വസ്തുതയുണ്ട്. ഉദാഹരണത്തിനൊരു ഒരമ്മ വളരെ ആത്മാർത്ഥമായി പ്രസാദപരത്തിൽ ജീവിക്കുന്നു, അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു തലത്തിൽ അവരുടെ പ്രാർത്ഥന മൂലം ഈ തൻ്റെ മകൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രസാദപരത്തിൽ തൻ്റെ ഒരമ്മ തൻ്റെ മകന് വേണ്ടി, ദുർമാർഗിയായ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ മുമ്പ് പറഞ്ഞ ശുശ്രൂഷകൻ പറയുന്നത് ആരും അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും സഭയിൽ ഇങ്ങനെ കുർബാനയൊക്കെ അർപ്പിക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട്. കുർബാന അർപ്പിക്കാൻ ഒരു ഇടവകയിൽ നിന്ന് എത്ര പേര് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി പങ്കെടുക്കുന്ന വ്യക്തികൾ എത്ര പേര് പ്രസാദപരത്തിൽ ശരിയായ രീതിയിൽ സ്വർഗത്തിൽ പോകത്തക്ക രീതിയിൽ കാര്യം ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ മാത്രമേ കുർബാന അർപ്പിക്കപ്പെടുന്നത് കൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കുന്നില്ല. ആ കുർബാനയുടെ യോഗ്യതകൾ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതകൾ കൂടി നമുക്കവിടെ സംഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരർത്ഥം ശരിയാണ്, ഒരു വിശ്വാസിനിയായ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഈശോ എന്ന് പറഞ്ഞ കർത്താവായ ഈശോ നീ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന വചനം പറയുന്നുണ്ടല്ലോ. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിലുള്ള ആത്മാർത്ഥമായി പ്രസാദപരത്തിലുള്ള വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് ആ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികളെല്ലാം രക്ഷയിൽ കൊണ്ടുപോകാൻ വേണ്ടി ദൈവത്തിന് കഴിയും. പിന്നെ ഈ അച്ഛൻ ദാസ് പറഞ്ഞ ജോൺ മരിയ വിയാനിയുടെ സംഭവം, അതായത് എങ്ങനെയെങ്കിലും നമ്മളറിയാതെ തന്നെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല. നമ്മളെ കാറ്റഗറിസം പഠിപ്പിക്കുന്നത് തന്നെ ദൈവം എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്പോൾ യൂത്ത് കാറ്റഗറിസത്തിൽ അവിടെ പഠിപ്പിക്കുന്നത് തന്നെ അവിടെ യൂത്ത് കാറ്റഗറിസം 1-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ്, ചോദ്യം ഇങ്ങനെയാണ്, ദൈവം നാം ഭൂമിയിലായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം വരുന്നത് എങ്ങനെയാണ്? ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും ഒരു നാൾ സ്വർഗത്തിലെത്തി എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ വസിക്കാനും വേണ്ടിയാണ്. അപ്പോൾ അവിടെ മനുഷ്യനെ സ്നേഹിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല, അവിടെ ഒന്നിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ ഭൂമി നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തോടുള്ള സ്നേഹപ്രകടനങ്ങളാണ്. അപ്പോൾ അറിയാതെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അപകടം,
നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി ആരംഭിച്ചിട്ട് അവസാനം ദൈവത്തെ മറന്നുപോയി ദൈവം മനുഷ്യനുള്ള തിരിച്ചു പോകും. ഹ്യൂമനിസം എന്നുള്ളൊരു തെറ്റിലേക്ക് ഒന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന അബദ്ധപ്രബോധരെല്ലാം പെട്ടിരിക്കുന്നത് യൂണിവേഴ്സലിസം എന്നൊരു പാഷണ്ഡതയിലേക്കാണ്. സാർവത്രിക രക്ഷ ഒരു പാഷണ്ഡതയാണ്. അതായത് ഈശോ കുരിശിൽ മരിച്ചത് കൂടി, അല്ലെങ്കിൽ ദൈവം കരുണയായിരിക്കുന്നത് കൂടി ലോകത്തുള്ള എല്ലാ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നുള്ള യൂണിവേഴ്സലിസം എന്നുള്ള പാഷണ്ഡതയാണ്. അത് എങ്ങനെയെങ്കിലും മനുഷ്യനെ രക്ഷിക്കാനുള്ള ആഗ്രഹത്തിൽ വരുന്നതാണ് അവർക്ക്. പക്ഷെ അവിടെ ഒരു അപകട സാധ്യത ഉള്ളത്, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇഷ്ടംപോലെ അവസരങ്ങൾ ദൈവം കൊടുത്തു. ഈ അവസരങ്ങളെല്ലാം ദുരുപയോഗിച്ചതിന് ശേഷം മരിക്കാൻ കിടക്കുന്ന ഒരു അവസാന സമയത്ത് അയാൾ ദൈവത്തെ വിളിക്കും എന്ന് വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വേദപാരംഗനായ റോബർട്ട് ബെല്ലാർമിൻ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം അദ്ദേഹം ഒരു മനുഷ്യന് അവസാന സമയത്ത് കുമ്പസാരിപ്പിച്ച് കുർബാന കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ വ്യക്തി അനേകം നാളുകളായിട്ട് ഉദാശ സ്വീകരിക്കുന്നില്ല, പള്ളിയിലൊന്നും ബന്ധപ്പെട്ട വ്യക്തിയല്ല. അപ്പോൾ ഇദ്ദേഹം പോയി ഒരുക്കുകയാണ് ആ വ്യക്തിയെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കാൻ വേണ്ടി. അപ്പം ഈ ബെല്ലാർമിൻ അച്ഛൻ പറഞ്ഞു, സഹോദര, നിങ്ങളെ പാപത്തെക്കുറിച്ച് അനുദപിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ അയാൾ പറയുക, അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് ഓർമ്മ വരുന്നു, എനിക്ക് അറിയത്ത് പോലില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഈ എൻ്റെ അദ്ദേഹം ബെല്ലാർമിൻ പറയുന്നത്, ഈ വ്യക്തി അനുദപിച്ചില്ല, കുമ്പസാരിച്ചില്ല, കുർബാന സ്വീകരിച്ചില്ല, നരകത്തിൽ പോയി തന്നെയാണ് ബെല്ലാർമിൻ പറയുന്നത്. ഈ അനുഭവം എൻ്റെ അടുക്കലുമുണ്ട്. ചിലപ്പോൾ ചില ഭാര്യമാരൊക്കെ നിർബന്ധിച്ച് ചില ഭർത്താക്കന്മാരെ പറഞ്ഞു വിടാറുണ്ട് കുമ്പസാരത്തിന്. ഒരു 10-12 വർഷമായിട്ട് കുമ്പസാരിക്കാതെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് വന്നതാണ്. എന്നിട്ട് അവരെന്നോട് പറയും, എനിക്ക് കുമ്പസാരിക്കാനൊന്നും അറിയത്തില്ല, ഭാര്യയുടെ നിർബന്ധം കൊണ്ട് വന്നതാണ്, അച്ഛന് ചെയ്യാവുന്നത് അച്ഛനെങ്കിൽ ചെയ്തു എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇപ്പം നമ്മൾ അവസാന സമയത്ത് ഇപ്പോൾ നല്ല കളനെയൊക്കെയാണ് ഇങ്ങനെ അവസാന സമയത്ത് രക്ഷപ്പെടാമെന്നുള്ള ഒരു ചിന്തയായിട്ട് ആൾക്കാർ കാണുന്നത്. നമ്മൾ നല്ല കളൻ്റെ രക്ഷപ്പെടുന്ന ഭാവമൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, നല്ല കള്ളൻ മുമ്പ് അവൻ തെറ്റിൽ അകപ്പെട്ടെങ്കിൽ തന്നെയും നേരത്തെ തന്നെ ഒത്തിരി ആത്മാർത്ഥ വ്യക്തിയാകുന്ന തെളിവുകൾ അവിടെ തന്നെയുണ്ട്. അത് നമ്മൾ ഒരു വിഷയമായിട്ട് എടുക്കുന്നില്ല. എങ്കിലും അവസാന സമയത്ത് സ്വർഗത്തിൽ പോകാൻ നോക്കിയിരിക്കുക എന്നുള്ളത് അതിൽ തന്നെ ഒരു ആത്മീയ അപകടമാണ്. കാരണം ദൈവം നൽകുന്ന അനേക അവസരങ്ങൾ ദുരുപയോഗിച്ചിട്ട് അവസാന സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക എന്നുള്ളത് ഒരു ചെറിയ ശതമാനം സാധ്യത മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു സാമാന്യമായിട്ട് എടുക്കാനായിട്ട് വളരെ കാര്യമല്ല. ദൈവത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത്. അതെ മനോഭാവം. കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയല്ല, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള ചിന്തയാണെന്ന് വരും. അതൊരിക്കലും പാടില്ല. പിന്നെ ചില മനുഷ്യരൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സ്വർഗം നരകമൊക്കെ ഈ ഭൂമിയിലുള്ള കാര്യമല്ലേ. ശരിക്കും അങ്ങനെ പറയുന്നവർ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണോ? ഒരർത്ഥത്തിൽ നമ്മൾ അതിൽ തന്നെ ശരിയുണ്ടല്ലോ. കാരണം സ്വർഗം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ തന്നെ ഉണ്ടല്ലോ. ഈശോയ്ക്ക് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് ഈശോ പറഞ്ഞു. മറ്റേ കാര്യം ഈശോ പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം നരകരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നരകരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ലഘുഭാവം എൻ്റെ ഒരു ചിന്ത വരുന്നത് ഇങ്ങനെയാണ്. ലഘുഭാവം എന്നുള്ളത് ഒരു നരകത്തിൻ്റെ ഒരു വിത്താണ്. ലഘുഭാവം നരകത്തിൻ്റെ വിത്താണ്. മാർഗഭാവം ചെയ്യുക എന്നുള്ളത് നരകവുമാണ്. അപ്പോൾ ഒരു വ്യക്തി മാർഗഭാവത്തിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നരകത്തിലായി. ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വ്യക്തി നരകത്തിൽ, കാരണം ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, നരകത്തിലായി. പുറമെ ഇയാൾക്ക് വേറെ പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷ സമാധാനമൊക്കെ ഇയാൾ അനുഭവിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും ആ വ്യക്തി നരകത്തിലായി കഴിഞ്ഞു. അപ്പം നമ്മളുടെ ഒരു വൈകാരികമായ സന്തോഷങ്ങളൊന്നും അല്ല സ്വർഗ്ഗനരകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരുന്ന് കഴിഞ്ഞ് പ്രസാദപരത്തിൽ ഈശോയോട് ചേർന്ന് നമ്മൾ സ്വർഗത്തിലാണ്. പക്ഷേ ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് വേറെ തരത്തിലാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ഭൂമിക്ക് ശേഷം ഒരു സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസമില്ല. വിശ്വാസമില്ലാതെ ഇവിടെ നന്നായിട്ട് ജീവിച്ച് കഴിഞ്ഞാൽ ഇവിടെ നന്നായിട്ട് ജീവിക്കുക എന്നുള്ള അർത്ഥം എന്താ? അപ്പോൾ ഈ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിക്കുക എന്നതാണ് നന്നായിട്ട് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. സ്വർഗവും നരകവുമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളത് വിശ്വസിക്കുന്ന ജീവിതം നന്നായിട്ടില്ല. അതായത് ഒരിക്കലും ഒരു സർവേ എവിടെയോ ഞാൻ വായിച്ചതായിട്ടാണ് ഓർക്കുന്നത്. അതായത് 92% ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, അതിൽ 76% ആൾക്കാർ സ്വർഗത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരിൽ പോലും 50-55% എനിക്ക് 54% വന്നു അവരെ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസം പോകുന്നത്. അച്ഛനത് പറയുമ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ ഒരു പ്രബോധനം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് യൂത്ത് കാരികസിലുള്ള ഒരു പ്രബോധനമാണ്. അതിന് വളരെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു പ്രബോധനമാണത്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, നാം എല്ലാവരും പർദീസയിലായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും
തൻ്റെ സ്നേഹത്തിനെതിരെ ഹൃദയമടയ്ക്കുന്ന എല്ലാവർക്കും ഒരു നരകമുണ്ടെന്നും ആ നരകം ശാശ്വതമായിരിക്കുമെന്നും നമ്മോട് പറയാൻ വേണ്ടി ഈശോ വന്നു. നാം എല്ലാവരും സ്വർഗത്തിലായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും തൻ്റെ സ്നേഹത്തിനെതിരെ ഹൃദയമടയ്ക്കുന്ന എല്ലാവർക്കും ഒരു നരകമുണ്ടെന്നും അത് ശാശ്വതമായിരിക്കുമെന്നും നമ്മോട് പറയാൻ വേണ്ടി ഈശോ വന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈശ്വര മനുഷ്യാവതാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ എന്താണ്? നരകമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് പിന്നെ ഒത്തിരി സ്വാധീനിച്ച ഘടകമാണ്. നമ്മൾ നരകമില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിസ്മരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം അതാണ്. ഈശോ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ ഈ നരകമെന്ന ഒരു യഥാർത്ഥത്തിൽ ഒരു ബോധ്യം കൊടുക്കാമെന്ന് കൂടിയായിരുന്നു. രണ്ടാമത്തെ ചിന്ത എന്താണ്? തൻ്റെ സ്നേഹത്തിനെതിരെ ഹൃദയമടയ്ക്കുന്ന എല്ലാവർക്കും ആ നരകം ശാശ്വതമാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാലത്ത് അല്പം മാത്രം പറയുന്ന നരകമുണ്ടെന്ന്. ഇത് മറ്റു പ്രബന്ധം പറയുകയാണ്. അതായത് പ്രത്യേകിച്ച് ജർമ്മനി പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം വിശ്വാസം ഭയങ്കര ശോഷണമുള്ളതുകൊണ്ട് അവിടെയൊക്കെ നരകത്തെക്കുറിച്ചുള്ള സംസാരമേ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ അല്പം മാത്രം പറയുന്ന നരകമുണ്ടെന്നും നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഈശോ എന്ന് അദ്ദേഹം പറയുകയാണ്. അച്ഛൻ പറഞ്ഞത് തന്നെ, ആൾക്കാർ ദൈവത്തെക്കുറിച്ച് വേണേൽ പറയും, ദൈവസ്നേഹത്തെക്കുറിച്ച് പറയും, സ്വർഗത്തെക്കുറിച്ച് പറയും, പക്ഷേ നരകത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഒരു മടുപ്പ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മൾ നരകത്തെക്കുറിച്ച് പറയണം, ശക്തമായിട്ട് തന്നെ സഭയുടെ പ്രബോധനം പറയണം, ജനങ്ങൾ അറിയണം. എന്താണ് ശരിക്കും നരകത്തെക്കുറിച്ച്? ഇപ്പം നമ്മൾ പറഞ്ഞു നരകം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പലതവണ ആവർത്തിച്ചു. ഇതിനെന്തെല്ലാം സാക്ഷ്യങ്ങളുണ്ട്? നമുക്ക് എന്തെല്ലാം സോഴ്സുകളാണ് ഇതിനുള്ളത്? എനിക്കൊന്ന് നരകത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന സോഴ്സ് ഒന്നാമതായിട്ട് വിശുദ്ധ ബൈബിൾ തന്നെയാണല്ലോ. എല്ലാം നമ്മളെ വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പരിശീലിക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നാമത്തെ ഉറവിടം എപ്പോഴും ബൈബിൾ തന്നെ ആയിരിക്കണമല്ലോ. അതെ. ഇപ്പം ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന ഒരു വ്യക്തി, അതിൻ്റെ പേര് അർണോൾഡ് ലെൺ. അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു, പേരുകേട്ട സാഹിത്യകാരനായിരുന്നു. താൻ എന്തുകൊണ്ട് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറയുന്ന ഒരു ആശയം ഇങ്ങനെയാണ്: ക്രിസ്തു ദൈവമാണെങ്കിൽ ആർക്കും നരകത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കാൻ സാധിക്കുകയില്ല. സത്യദൈവമായ ക്രിസ്തു 29 പ്രാവശ്യം നരകത്തിൻ്റെ അസ്തിത്വത്തെപ്പറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ചിന്തയാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതായത് ഒരു ആംഗ്ലിക്കൻ സഭാംഗത്തിന് കത്തോലിക്ക സഭയിലേക്ക് വരാനുള്ള പ്രേരണ തന്നെ സുവിശേഷങ്ങളിൽ നരകത്തെക്കുറിച്ച് ഇത്രമാത്രം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നുള്ള ചിന്തയാണ്. 29 പ്രാവശ്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ ഇത് ഒരു അധ്യായം മുഴുവൻ അതാണ്. അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗം തന്നെ. ഇടതുഭാഗത്തുള്ളവരെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ആ നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അതേക്കുറിച്ച് മുമ്പ് പറഞ്ഞ വചനപ്രഘോഷം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഉള്ളതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ലെന്ന് പറയുന്ന ശുശ്രൂഷകൻ, അദ്ദേഹം അനേകം അബദ്ധ പ്രബോധനങ്ങൾ, അത് 10-20 വീഡിയോസ് ഞാൻ കാണുകയുണ്ടായി. അതായത് യൂദാസ് കറിയാത്ത ഈശോ തന്നെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ബോധപൂർവ്വം സെലക്ട് ചെയ്തതാണ്. ഈശോ അവന് കുർബാന കൊടുത്തതുകൊണ്ട് അവൻ നരകത്തിൽ പോകത്തില്ല, നീ കുർബാന കൊടുത്തതിന് ശേഷം നീ പോയി ഒറ്റിക്കൊടുക്കാനായിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഈശോ വിട്ടാണെന്ന് പറയും. തക്ക രീതിയിലുള്ള ഭയങ്കരമായ അബദ്ധപ്രബോധനം നടത്തുന്നുണ്ട്. അത് അബദ്ധപ്രബോധനമാണോ? അത് അബദ്ധപ്രബോധനമാണെന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു അബദ്ധപ്രബോധനമല്ല, നിങ്ങൾ സ്വീകരിക്കണം. യൂദാസിനെ അതിനുവേണ്ടി ദൈവം പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തതാണ്. അത് അബദ്ധപ്രബോധനമാണെന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് തന്നെ പിന്നെ അവിടുത്തെ ഈ നമ്മളാ ദിവ്യീകാരണ സ്വീകരണമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ സംബന്ധിക്കുന്നത്. അപ്പോൾ അയാൾ കുർബാന സ്വീകരിച്ച ഉടൻ തന്നെ സാത്താൻ അവൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വാസ്തവത്തിൽ പിന്നീട് പൗലോസ്ലീഹ പറയുന്നത് തന്നെ, അതായത് അയോഗ്യതയുടെ കുർബാന സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വാസ്തവത്തിൽ അവന് തൻ്റെ മരണം തന്നെയാണ് സ്വീകരിച്ചത്. പൗലോസിൻ്റെ ഭാഷയിൽ ശിക്ഷാവധി തന്നെയാണ് അവിടെ സ്വീകരിച്ചത്. ഈ യൂദാസ് കറിയത്ത് കുറച്ച് കഴിഞ്ഞ് ഒന്ന് പറയുന്നുണ്ട്, എന്താണ്, നിഷ്കളങ്ക രക്തം ഒറ്റിക്കൊടുത്ത് ഞാൻ പാവം ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യൂദാസ് പോലും തന്നെ തെറ്റേറ്റ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിളി രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ യൂദാസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതല്ല, യൂദാസിനെ പോലെ തങ്ങളും ജീവിച്ചു കഴിഞ്ഞാൽ തങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു മെന്റൽ മെക്കാനിസം ആണത് തോന്നുന്നത്. വാസ്തവത്തിൽ യൂദാസ് രക്ഷപ്പെട്ടോ ഇല്ല എന്നുള്ളൂ. ഇപ്പോൾ ഈശോയുടെ വചനമനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നാശത്തിൻ്റെ പുത്രനല്ലാതെ എന്നൊക്കെ പറഞ്ഞ ഈശോ പറയുന്ന 1-2 പരാമർശങ്ങളിൽ നിന്ന് യൂദാസ് കറിയോത്ത നരകത്തിൽ പോകാനുള്ള സാധ്യത നമുക്ക് ഇവിടെ കൂടുതലായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം നരകത്തിൽ പോയിട്ടില്ല എന്നുള്ള ഉറപ്പ് പറയുക എന്നൊക്കെ ഉള്ളത് അതിൽ തന്നെ തികച്ച പ്രത്യേകിച്ച് ഇത് കാണിച്ചുകൊണ്ട് ഈശോ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്
പിന്നെ തന്നെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവിക പദ്ധതിയിലെ ഒരു വിലപ്പെട്ട കണ്ണിയാണെന്നൊക്കെ പറയുക എന്നുള്ള അബദ്ധ പ്രബോധനം തന്നെയാണ്. ഇദ്ദേഹം തന്നെ പറയുന്ന മറ്റു കാര്യം ഇതാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, ആര് നരകത്തിൽ പോകും എന്ന് ചോദിച്ചു. അദ്ദേഹം നരകത്തിൽ പോകുന്ന ആരാണ്? നരകത്തിൽ പോകുന്ന പിശാചുകൾ, അവൻ്റെ ദൂതന്മാരും. മനുഷ്യരും, അതായത് അച്ഛൻ ഇപ്പം പറഞ്ഞല്ലോ, മത്തായി 25-ാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ ഇടത് ഭാഗത്തുള്ളവരെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞില്ലേ, അതിൽ ഇദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം ഇതാണ്: പിശാചുക്കളും ദൂതന്മാരും മാത്രമേ നരകത്തിലുണ്ടാവും, മനുഷ്യരും പോകത്തില്ല എന്നാണ്. മത്തായി 25-46 ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം എനിക്ക് അതായത് ഈശോയുടെ സ്നേഹത്തെ പ്രതി സഹോദരങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ട് ഇടത് ഭാഗത്തേക്ക് പോകുന്നവർ നിത്യശിക്ഷയിലേക്ക് പോകുന്ന ഈശോ പറയുന്നുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞല്ലോ, അതായത് കുറച്ചേറെ വചനങ്ങൾ ശക്തമായിട്ട് പറയുന്നു, സഭാപ്രബോധനം ശക്തമായിട്ട് പറയുന്നു. ഇതിൻ്റെ വലിയൊരു വേലിയേറ്റത്തിൽ തൊട്ടുപുറകെ പറയുന്ന അബദ്ധപ്രബോധനം ആൾക്ക് മനസ്സിലാകാതെ പോകുന്നൊരു പശ്ചാത്തലമാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണല്ലോ, നരകമുണ്ട് എന്നുള്ള സോഴ്സുകളാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഒന്നാമത്തെ സോഴ്സ് ബൈബിൾ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബെൻഡിക്ട് പോപ്പ് പറയുന്നത് ഈശോ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെ നരകമുണ്ടെന്ന് കൂടി പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ വചനത്തിൽ ഇപ്പം പറഞ്ഞ 29 പ്രാവശ്യമെങ്കിൽ നരകത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നു. പിന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ കൃത്യമായിട്ട് അന്ത്യവിധിയെക്കുറിച്ച് പറയുമ്പോൾ നിത്യനരകത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്. പിന്നെ നരകത്തെക്കുറിച്ച് രണ്ടാമത്തെ സോഴ്സായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും സഭയുടെ പ്രബോധനം തന്നെയാണ്. കത്തോലിക്കാ സഭ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 1033 മുതൽ 37 വരെ മുഴുവൻ നരകത്തെക്കുറിച്ചാണ്. ആ ഒരു ഖണ്ഡിക മുഴുവൻ നരകത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ 35-ാമത്തെ ഖണ്ഡികയിലെ ആ ഒരു പ്രബോധനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുകയാണ്, മാർഗഭാവത്തിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു, അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കും. വളരെ കൃത്യമായിട്ട്, വളരെ കൃത്യവും വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുകയാണ്, മാരകഭാവത്തിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു, അവിടെ അവർ നിത്യാഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഷകൾ, തെറ്റായ പഠനങ്ങൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ നരകത്തിലാരും പോവുകയില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകൻ അദ്ദേഹം പറയുന്നത്, അന്തിമതി വരെ ആരും നരകത്തിൽ പോവുകയില്ല, അത് ഉറപ്പ് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു തെറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞു. തനതുവിധി എന്നുള്ള സഭയുടെ പ്രബോധനം അദ്ദേഹം തെറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സഭ പഠിപ്പിക്കുക മരിച്ചാൽ ഉടനെ പോകുമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന തനതുവിധിയെക്കുറിച്ചാണ്. തനതുവിധി നമുക്ക് വിശ്വാസികൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതായത് മരിക്കുന്ന സമയത്ത് തന്നെ ആത്മാവിൻ്റെ അവസ്ഥ അനുസരിച്ച് ഒന്നുകിൽ പൂർണ്ണ വിശുദ്ധീകരണം ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകും, വിശുദ്ധീകരണം പൂർണ്ണമല്ല എങ്കിൽ ശുദ്ധീകരണത്തിലേക്ക് പോകും. ദൈവമായിട്ടുള്ള മാർഗഭാവത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നതെങ്കിൽ നരകത്തിലേക്ക് പോകും. അത് മരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ സഭ കൃത്യവും വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ഒരു നരകമുണ്ട്, മാർഗഭാവത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അത് നിത്യമായിട്ട് പോകുന്ന ഒന്നാണെന്ന് പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ആൾക്കാർക്ക് ഉണ്ടാകുന്ന വലിയ സംഘർഷം ഇതാണ്. എനിക്ക് ഇപ്പോൾ ഈ നിത്യം അതായത് ഒറ്റ പ്രാവശ്യം ചെയ്യുന്ന പാപത്തിന് വേണ്ടി ഒരു പ്രാവശ്യം ഒരു മാർഗഭാവം ചെയ്തു, അതിനുവേണ്ടി എന്തിനാണ് നിത്യമായിട്ട് നരകത്തിലേക്ക് പോകുന്നത്? ഒരു വലിയൊരു സംഘർഷം. വേറൊരു ചോദ്യം കൂടെ എനിക്കുമുണ്ട്. നമ്മളാകെപ്പാടെ ഇവിടെ 50-80 വർഷമല്ലേ ജീവിക്കുന്നുള്ളൂ. 80 വർഷം ജീവിച്ചിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഒരു പ്രാവശ്യം പോട്ടെ, കുറേ പ്രാവശ്യം ചെയ്തെന്ന് വിചാരിച്ചു, അതുകൊണ്ട് നിത്യമായിട്ട് നമുക്കൊരു ജീവപര്യന്തം പോലെ 10-24 വർഷം നരകത്തിൽ വിടുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നിത്യമായിട്ട് നരകത്തിലേക്ക് വിടുക എന്ന് പറയുന്നത് ദൈവികമാണോ? വാസ്തവത്തിൽ ഈ അച്ഛൻ ചിന്തിക്കുന്നതൊക്കെ ചിന്തിക്കാൻ എനിക്ക് ഇഷ്ടം. നേരത്തെ പമ്പ്രാൻപിതാവ് പറഞ്ഞത് തന്നെ വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇഷ്ടം നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുത്തിയിരിക്കുന്നത്, പദ്ധതി വെളിപ്പെടുത്തിയിരിക്കുന്നത് വേറെ രീതിയിലാണ്. സഭ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടാണല്ലോ. എൻ്റെ യുക്തിയിലുള്ള ചിന്തയല്ല വേണ്ടത്, വിശ്വാസത്തോടും സഭയുടെ പ്രബോധനത്തോടും അനുരൂപപ്പെട്ട ചിന്തയാണ്. അതാണ് വിശ്വാസം, അല്ലേ? അച്ഛനെ തന്നെയൊക്കെ പറയാറുള്ളത് തന്നെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിശ്വസിച്ച കാര്യങ്ങളെ യുക്തിയിൽ മനസ്സിലാക്കലാണല്ലോ. അപ്പം നമ്മൾ കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ സഭ എന്ത് പഠിപ്പിക്കുന്നുണ്ടോ അത് നമ്മൾ നിരുപാധി വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. വിശ്വസത്തിന് ശേഷമാണ് യുക്തി നമ്മൾ ചിന്തിച്ച കുഴപ്പമൊന്നുമില്ല. അപ്പം വിശ്വസിക്കാത്ത തലത്തിൽ യുക്തി ചിന്തിക്കുക എന്നുള്ളത് യുക്തിയുടെ രോഗമാണത്. അതെ. അത് സൈൻബോളിനെക്കുറിച്ച് പറയുന്നത്, നമ്മൾ അങ്ങനെയുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മളതിനെ തടയണം. അതായത് നമുക്കൊരു അശുദ്ധമായ ചിന്ത വരുന്നു, ഒരു വെറുപ്പിന് ചിന്ത വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ തള്ളിക്കളയുന്നത് പോലെ തന്നെ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ തള്ളിക്കളയണം. പക്ഷേ തള്ളിക്കളയണമെന്നുണ്ടെങ്കിൽ എന്താണ് സഭാപ്രബോധനം ആദ്യം അറിഞ്ഞിരിക്കണം. വിശ്വാസിയെ സംബന്ധിച്ച് വലിയൊരു സംഘർഷം അതാണ്. സഭയെക്കുറിച്ചോ സഭാപ്രബോധനത്തെക്കുറിച്ചോ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ HS മിനിസ്ട്രി ആരംഭിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയ തിരിച്ചറിവിൽ നിന്നാണ്.
അപ്പോൾ വിശ്വാസികൾക്ക് സഭയെക്കുറിച്ചും സഭാപ്രവർത്തനങ്ങൾക്ക് കാര്യമായ അറിവേ ഇല്ല. ജോൺ മരിയ വിയാനി പറയുന്ന ആ പുണ്യം പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കത്തോലിക്കർക്ക് ഭൂരിഭാഗവും തെറ്റുപറ്റുന്ന അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് തങ്ങളുടെ സഭയെക്കുറിച്ച് അവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങനെ പശ്ചാത്തലത്തിൽ വന്ന് ഇപ്പോൾ ആധികാരികമായിട്ട് തെറ്റ് പഠിപ്പിക്കുമ്പോൾ അത് ശരിയായിട്ടാണ് ആൾക്കാർ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നരകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സഭ കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുകയാണല്ലോ. സഭയുടെ പറഞ്ഞ 1033 മുതൽ 37 വരെയുള്ള ആ ഒരു കണ്ണികൾ കൃത്യമായിട്ട് സഭ വളരെ വ്യക്തമായിട്ട് നരകമുണ്ടെന്ന് സഭ പഠിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് സമയം ഈ എപ്പിസോഡ് നിർത്താറായെന്ന് തോന്നുന്നു. ഏകദേശം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് യഥാർത്ഥത്തിൽ നരകം എന്താണെന്നും സഭയുടെ പ്രധാന പഠനങ്ങൾ എന്താണെന്നും അത് നരകത്തിലെ പീഡകളെക്കുറിച്ചും കൂടി, നരകത്തിലെ പീഡകളെക്കുറിച്ചും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പറയുകയാണെങ്കിൽ അത് ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുത്തില്ലേ? അതായത് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഈ എപ്പിസോഡ് നമ്മൾ അവസാന ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ നരകമുണ്ട് എന്നതിൻ്റെ ഉറവിടങ്ങൾ എന്താണ്. നമ്മളൊന്ന് ബൈബിളിനെ കുറിച്ച് പറഞ്ഞു, 2 സഭാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ആവശ്യം തന്നെ എനിക്കൊന്ന് കുറച്ചുകൂടി നമ്മൾ വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റ് സോഴ്സുകളെ കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിന് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടുകൊണ്ടിരുന്നത് നരകത്തെക്കുറിച്ചുള്ള സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ബിച്ചേട്ടൻ പറഞ്ഞായിരുന്നു. വചനത്തിൽ അതിൻ്റെ സോഴ്സുണ്ട്, സഭാപ്രബോധനത്തിൽ അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇനിയും മറ്റെന്തെങ്കിലും ഉണ്ടോ? അച്ഛാ, നമ്മൾ സഭാപ്രബോധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ 1037 ഒരു നമ്പറിലെ ഒരു പരാമർശമാണ് പലർക്കും ഈ വിഷയത്തിൽ ഒത്തിരി വിവാദമായിട്ട് നിൽക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്കത് വായിക്കാം. മറ്റ് അബദ്ധ പ്രബോധനം നൽകുന്നവർ ഈ വിഷയത്തെ ആധാരമാക്കിയാണ്, ഈ കാര്യങ്ങളെ ആധാരമാക്കിയാണ് അവരത് പഠിപ്പിക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയലും, അതായത് മാരകപാപം എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തൻ്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരും നരകത്തിൽ പോകില്ല എന്ന് ഇത്ര ധൈര്യപൂർവ്വം അവർ പറയുന്നത്. ഇതിനകത്താണ് അച്ഛാ ഈ നരകത്തിൽ പോകുകയെന്നൊരു ഉറപ്പ് പറയാനായിട്ട് ഇതിനകത്തുള്ള ഏത് പരാമർശമാണ്? നമുക്ക് ദൈവത്തിൽ നിന്ന് മനഃപൂർവ്വമുള്ള ഒരു പിന്തിരിയൽ ആവശ്യമാണ്. ഓക്കെ അമ്മ, ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയം കുറച്ച് അതായത് തെറ്റായ പ്രബോധനങ്ങളിലെ ഈ പരക്കലുണ്ടായ സമയത്ത് ഒരച്ഛൻ തന്നെ, എൻ്റെ സ്നേഹിതൻ അച്ഛനാണ്, ഞങ്ങൾ സംസാരിച്ചു. അപ്പം അച്ഛന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ തെറ്റായ പഠനങ്ങൾ ഒരു ശരിയായിരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഞാനിങ്ങനെ ഒരു ചെറിയ സംശയം ചോദിച്ചു. അച്ഛാ, ഇപ്പോൾ ഒരാൾ ഈശോയെ അഗാധമായി സ്നേഹിച്ച് ജീവിക്കുന്നു, അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾ ഒരു ബോധപൂർവമായ രീതിയിൽ പ്രലോഭനത്തിൽപ്പെട്ട് ഇയാളൊരു മാരകഭാവം ചെയ്യുന്നു. ഇയാൾ അനുദപിക്കുന്നില്ല. അതേസമയം ഇയാൾക്ക് ഈശോയോട് വെറുപ്പൊന്നുമില്ല, ഈശോയോട് സ്നേഹമുണ്ട്. ഇയാൾ അനുദപിച്ചിട്ടില്ലെന്ന് വിചാരിക്കണം. ഇയാൾ ഈശോ സ്നേഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ആ അവസ്ഥയിലാണ് ഇയാൾ ആ പ്രലോഭനത്തിൽപ്പെട്ട് മാരകഭാവം ചെയ്യുന്നത്. ബോധപൂർവമായ മാരകഭാവം ചെയ്യുകയാണ്. ഇയാൾ അനുദപിച്ചിട്ടില്ല. എന്നാൽ ഇയാൾക്ക് ഇപ്പോഴും ഈശോയുടെ ഉള്ളിലെ സ്നേഹങ്ങളൊക്കെ ഉണ്ട്. ഇയാൾക്ക് നരകത്തിൽ പോകാൻ ആഗ്രഹമില്ല, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇയാൾ നരകത്തിൽ പോവുക സ്വർഗത്തിൽ പോകുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വർഗത്തിൽ പോകുന്ന സാധ്യതയെന്ന് പറഞ്ഞു. എന്നാൽ സഭ പഠിപ്പിക്കുന്നത് നരകത്തിൽ പോകുന്നതാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇതാണ്, പിന്നെ ദൈവത്തെ ബോധവും നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ ഉദ്ദേശിക്കുന്നതിൻ്റെ ആ അർത്ഥതലങ്ങൾ വ്യത്യാസം ഉണ്ടാകണം. നിലപാടുകൾ കൂടിയാണ്. അതാണ് ഈശോയ്ക്ക് പറഞ്ഞ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. അപ്പം നമ്മൾ ഈശോയെ മനഃപൂർവ്വമായിട്ട് നമ്മൾ നിഷേധിക്കുന്നത് ഈശോയെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല. അങ്ങനെ ആകാം. ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി നിലപാടുകൾ കൂടിയാണ്. ഈശോയെ സ്നേഹിക്കുന്നു, അതേസമയം മാരകഭാവം ചെയ്യുന്നു. രണ്ടും ഒരുമിച്ച് പോവില്ല. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അപ്പോൾ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന. അത് ഈശോയുടെ തിരുശരീരവും രക്തവും ആയതുകൊണ്ട് അതിലൂടെ തന്നെ നമുക്കൊരു വിശദീകരണം സംഭവിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും മാരകഭാവങ്ങൾ സഭയുടെ പ്രബോധനം അനുസരിച്ച് മാരകഭാവങ്ങൾക്കുള്ള, അത് പ്രത്യേകിച്ച് ട്രെൻഡ് കൗൺസിലിൽ ശപിച്ചു തള്ളിയൊരു കാര്യമാണ്. അതായത് പരിശുദ്ധ കുർബാന, അതായത് പിന്നെ കുമ്പസാരത്തിൽ കൂടെ അല്ലാതെ
മാരകഭാവം ചെയ്തതിന് ശേഷം കുമ്പസാരിച്ചിട്ടില്ല, കുർബാന സ്വീകരിക്കാം എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ട്രിനിറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി പാപം ചെയ്തതിന് ശേഷം അനുദപിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ, അനുദപിച്ചാലും കാര്യമില്ല, അനുദപിച്ചിട്ട് കുമ്പസാരിച്ചാൽ അല്ലാതെ കുർബാന സ്വീകരിക്കാൻ പാടില്ലെന്നുള്ളതാണ് സഭയുടെ പ്രബോധനം. അങ്ങനെ ഇരിക്കെ മാരകഭാവം ചെയ്തതിന് ശേഷം ഞാൻ കുർബാന സ്വീകരിക്കുന്നത് കൊണ്ട് എൻ്റെ പാപം വിശദീകരിക്കപ്പെടും എന്നുള്ളത് തെറ്റായ ധാരണയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കർത്താവിനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കലും തൻ്റെ തന്നെ ആത്മാവിനെ നശിപ്പിക്കലുമാണ് അവിടെ സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു യൂദാസിൽ ഒരു അനുതാപത്തിൻ്റെ അംശം ഉണ്ടായിരുന്നല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ യൂദാസ് പറയുന്നുണ്ട്, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു, എന്നിട്ട് അവൻ ആ പൈസ അവൻ സ്വന്തമായിട്ട് എടുത്തില്ല, അത് വലിച്ചെറിഞ്ഞ് കളയുമായിരുന്നു. ഒരു അനുതാപം യൂദാസിലും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു പക്ഷേ അയാൾ രക്ഷപ്പെട്ട് കാണുകയല്ലേ. അനുതാപം എന്ന വാക്കാണോ എന്നെ പൗലോസ് കൃത്യം എൻ്റെ വചനം എനിക്ക് ഓർമ്മയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ കൊറിന്തോസിനത്തിൽ വചനമാണ്. ഒന്ന് ഒരു ശരിയായ രീതിയിലുള്ള അനുതാപം നമ്മളെ ദൈവത്തിലേക്ക് നയിക്കും. ഇയാൾ അനുതാപം ശരിയാണെങ്കിൽ ഒരിക്കലും ഇയാൾ ആത്മഹത്യ ചെയ്യുകയല്ല. അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിലേക്ക് ചെന്ന് ചേരലാണ്. അയാളുടെ ഉള്ളിലുള്ള കുറ്റബോധം ആത്മഹത്യയിലേക്കാണ് നയിച്ചത്. ദൈവികമായ ഒരു ആശ്രയത്വമല്ല. സൈൻപോൾ ഉദ്ദേശിക്കുന്നതാണ് ദൈവികമായ രീതിയിലുള്ള നമ്മളുടെ വേദന അല്ലെങ്കിൽ അനുതാപം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള, അല്ലാതെ നാശത്തിലേക്ക് നയിക്കുന്ന പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം സ്വാഭാവിക രീതിയിൽ പൗലോസ് ഒരുപക്ഷെ യൂദാസിനേക്കാൾ വലിയ തെറ്റാണ് പത്രോസ് ചെയ്യണമെന്ന് പറയാം. നമ്മൾ പത്രോസ് ഈശോയെ ആ തള്ളിപ്പറഞ്ഞ പശ്ചാത്തലങ്ങളൊക്കെ ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ വളരെ ഗൗരവമുള്ള പാവമുണ്ട് ചെയ്തത്. അയാൾക്ക് ലഭിച്ച ഉത്തരവാദിത്തം വെച്ച് നോക്കി കഴിയുമ്പോൾ വലിയ പാവമാണ് ചെയ്തത്. പക്ഷേ അനുതാപം അദ്ദേഹത്തെ നയിച്ചത് ഈശോയിലേക്കാണ്. അപ്പം അനുതാപം എന്ന് പറയണമെങ്കിൽ തന്നെ അത് ദൈവത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. അല്ലാതെ നമുക്ക് ആ സ്വാഭാവിക രീതിയിൽ മനസാക്ഷിയിൽ അല്പമെങ്കിലും ഒരു ജീവനുള്ള വ്യക്തികളെല്ലാം തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ കുറ്റബോധവും വിഷമവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിലേക്ക് എടുക്കാൻ നിർബന്ധമില്ലല്ലോ. ചില നിരാശപ്പെട്ടു പോകുന്നു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് കാര്യം മനസ്സിലായി.